ഒരായുസിന്റെയും ആയുസ്സിനെ കൊണ്ട് അള്ളാഹു സത്യം ചെയ്തിട്ടില്ല, ഹബീബായ നബി തങ്ങളുടെ ആയുസ്സിനെ വെച്ചല്ലാതെ. അങ്ങനെ അള്ളാഹു സത്യം ചെയ്തിട്ടുണ്ട്. വശംസി വദുഹാഹാ, സൂര്യനെ തന്നെയാണ് സത്യം, സൂര്യപ്രകാശത്തെ തന്നെയാണ് സത്യം. എന്തുകൊണ്ട്? സൂര്യനും സൂര്യന്റെ പ്രഭയും അത്ഭുതങ്ങളിൽ അത്ഭുതമാണ്. നമുക്കറിയാതെ ലോകത്തെ ഏറ്റവും വെലോസിറ്റിയുള്ള സാധനം, ഏറ്റവും വേഗതയുള്ള സാധനം സൺറൈസ്, സൂര്യപ്രകാശമാണ്. അതിനെയാണ് ഖുർആൻ ദുഹ എന്ന് പറയുന്നത്. സൂര്യന്റെ പ്രകാശം, സൂര്യനെ തന്നെയാണ് സത്യം. വല്ലൈലി ഇദാ യഗ്ശാ വന്നഹാരി ഇദാ തജല്ലാ, മനോഹരമായ ശാന്തി വിടർത്തുന്ന രാവുകളെ തന്നെയാണ് സത്യം. രാത്രിയെ സത്യം ചെയ്തിട്ടുണ്ട് അല്ലാഹു, പകലിനെ സത്യം ചെയ്തിട്ടുണ്ട്. ഈ രാത്രിയും പകലും വരണമെങ്കിലേ ഭൂമിയും സൂര്യനും ചന്ദ്രനും കൃത്യമായ നേർരേഖയിൽ, കൃത്യമായ സ്പീഡിൽ, കൃത്യമായ ഡിസ്റ്റൻസിൽ യാത്ര ചെയ്യണം. അല്ലെങ്കിൽ ഇവിടെ രാവും പകലും ഇങ്ങനെ ഉണ്ടാവില്ല. അതുകൊണ്ട് അത്ഭുതങ്ങളിൽ അത്ഭുതമാണത്. ഇനി അള്ളാഹു സത്യം ചെയ്ത് എന്താണെന്നറിയോ? ലഅംറുക, മുഹമ്മദ് നബിയേ, അങ്ങയുടെ ആയുസ്സിനെ തന്നെയാണ് സത്യം. അത്ഭുതമുള്ള വസ്തുക്കളെയല്ലയോ അള്ളാഹു സത്യം ചെയ്യുന്നത്? ഹബീബിന്റെ ആയുസ്സാണ് സത്യമെങ്കിൽ ആ ആയുസ്സിന്റെ തുടക്കം ഹബീബിന്റെ ജനനം നടന്ന രാത്രിയല്ലയോ? അല്ലേ? ഹബീബിന്റെ ആയുസ്സിനെ അല്ലാഹു സത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഹബീബ് ജനിച്ച ദിവസത്തിന് പുണ്യമുണ്ടെന്നല്ലേ അതിനർത്ഥം? ഹബീബിന്റെ യൗമ വഫാത്തും ഹബീബ് വഫാത്തായതും റബീഉൽ അവൽ 12 തന്നെയായിരുന്നു. അതും ശരിയാണ്. അപ്പൊ ചിലർ വസ്വാസ് പറയും, എന്നാ പിന്നെ നമ്മൾ അടിയന്തരം കഴിക്കല്ലേ വേണ്ടത്, സങ്കടപ്പെടല്ലേ വേണ്ടത്? അതുകൊണ്ട് ചോദിക്കട്ടെ, ഹബീബിന്റെ മരണം നമ്മുടെ മരണം പോലെയാണോ? ഹബീബിന്റെ വഫാത്ത് എന്ന് പറയുന്നത് പുണ്യനിബിതങ്ങളും അമ്പിയാക്കന്മാരും ഖബറിൽ ജീവിച്ചിരിക്കുന്നവരാണ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവര് ഈ ലോകത്തെ ഒരു ജീവിതത്തിൽ നിന്ന് ബർസഖിയായ കണ്ണുകളെ കൊണ്ട് കാണപ്പെടാത്ത ഒരു അദൃശ്യ ലോകത്തിന്റെ മറയിലേക്ക് പോയത് മാത്രമാണ്. ഖബറിന്റെ ഉള്ളിൽ അവർക്ക് ജീവിതമുണ്ട് എന്ന് എത്ര ഹദീസിലാണ് നിബിതങ്ങൾ പഠിപ്പിച്ചത്. ഹയാതി ഖൈറുൽ ലക്കും വമമാതി ഖൈറുൽ ലക്കും, എന്റെ ജീവിതം നിങ്ങൾക്ക് ഖൈറാണ്, എന്റെ മരണം നിങ്ങൾക്ക് ഖൈറാൻ. പുണ്യനബി ഞങ്ങൾ പറഞ്ഞു, ഞാൻ മരിച്ചുപോയാലും നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇസ്തിഗ്ഫാർ ചോദിക്കുന്ന നബിയാണ്. ഞാൻ മരിച്ചുപോയാലും നിങ്ങളുടെ സ്വലാത്തുകൾക്ക് ഓരോരുത്തർക്കും ചിന്തിക്കണം, കോടിക്കണക്കിന് ആളുകൾ ഹബീബിന്റെ ഉമ്മത്തികളുണ്ട് ലോകത്ത്. കോടിക്കണക്കിന് ആളുകൾ ഹബീബിന്റെ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു ദിവസം, ഒരു നേരം. അവർക്കെല്ലാം മറുപടി കൊടുക്കുന്നുണ്ട് ഞാൻ, മരണത്തിന് ശേഷവും അത് ചെയ്തുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞ നബിയാണ് മുഹമ്മദ് റസൂലുള്ളാഹ്. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ മരണം നമ്മുടെ മരണം പോലെയാണോ? റസൂലുള്ളാഹിന്റെ മരണം ദുഃഖിക്കേണ്ടതുണ്ട്. ഉമ്മത്തിന് വന്ന വലിയൊരു പരീക്ഷണമാണ്, ഉമ്മത്തിന് വന്ന ദുരന്തം ശരി തന്നെയാണ്. പക്ഷേ ഹബീബിന്റെ ആ മരണത്തോടുകൂടെയുള്ള യാത്ര മറ്റൊരു ജീവിതത്തിലേക്കുള്ള യാത്രയാണ്. وأن الله حرم على الأرض أن تأكل أجساد الأنبياء, പ്രവാചകന്മാരുടെ ശരീരം മണ്ണിനോട് ഭൂമിയോട് തിന്നരുതേ എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ടെന്ന് റസൂലുള്ളാഹി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പോകട്ടെ, വെള്ളിയാഴ്ച ദിവസം ദിവസങ്ങളിൽ ശ്രേഷ്ഠമായ ദിവസമല്ലയോ വെള്ളിയാഴ്ച? അല്ലേ? ദിവസങ്ങളുടെ നേതാവാരാ? യൗമുൽ ജുമുഅ. എന്തുകൊണ്ടാണ് വെള്ളിയാഴ്ചക്ക് പ്രത്യേകത ഉണ്ടാവാൻ കാരണം? എന്താ അതിന്റെ കാരണം? ഫീഹി ഖുലിഖ ആദമു, ആദം നബി സൃഷ്ടിക്കപ്പെട്ടത് വെള്ളിയാഴ്ചയാണ്. വഫീഹി ഉദ്ഖിലൽ ജന്ന, വെള്ളിയാഴ്ചയിലേക്ക് കടത്തപ്പെട്ടത്. വഫീഹി ഉഖ്രിജ മിൻഹാ, വെള്ളിയാഴ്ച തന്നെയാണ് ആദം നബിയെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പറഞ്ഞയച്ചതും. ഇനി ആരെങ്കിലും പറയോ വെള്ളിയാഴ്ചക്ക് ശ്രേഷ്ഠതല്ല? എന്തേ? അത് ആദം നബിയെ ഭൂമിക്ക് ഇറക്കിയ ദിവസമല്ലേ? അങ്ങനെ പറയാൻ പാടുണ്ടോ? വെള്ളിയാഴ്ചയിൽ ആദം നബി സൃഷ്ടിക്കപ്പെട്ടതും സ്വർഗത്തിൽ പ്രവേശിക്കപ്പെട്ടതും ശരി തന്നെ. ആദം നബി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ഒരു ദുരന്തം നടന്നതും വെള്ളിയാഴ്ച തന്നെയാണ്.
എന്നിട്ടും പോലും വെള്ളിയാഴ്ച എന്ന ദിവസത്തിന് മഹത്വം കുറയുന്നില്ലെങ്കിൽ, ഹബീബ് ജനിച്ചതും മരണപ്പെട്ടതും വഫാത്തായതും ഒരു ദിവസമായതിന്റെ പേരിൽ ഹബീബ് എന്ന് പറഞ്ഞ് നിഅമത്ത്, ഹബീബ് അല്ലാഹുവിന്റെ റഹ്മത്തല്ലയോ? ആ റഹ്മത്തിനെ നിങ്ങൾ സന്തോഷിക്കണമെന്നല്ലേ പറഞ്ഞത്? ജനിച്ച ഒരു കുട്ടിക്ക് അഖീഖ തറുക്കണമെന്ന് പറഞ്ഞു, മരണപ്പെട്ട ഒരാൾക്ക് വേണ്ടി അഖീഖ തറുക്കാൻ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ട് സന്തോഷം ശറഅ് അംഗീകരിച്ചതാണ്. മരണപ്പെട്ടു കഴിഞ്ഞാൽ ദുഃഖിക്കേണ്ടത്, മഅ്തം ചെയ്യേണ്ടത് 3 ദിവസം മാത്രമേ പാടുള്ളൂ. 3 ദിവസം കഴിഞ്ഞാൽ കണ്ടോളൻസ് പീരീഡ്, ഗ്രീവിംഗ് പീരീഡ് കഴിഞ്ഞു എന്നാ പിന്നെ സങ്കടപ്പെട്ടിരിക്കാൻ പാടില്ല. സങ്കടം വന്നേക്കും. ഔപചാരികമായ ദുഃഖാചരണം ഒരു മരണം കഴിഞ്ഞാൽ, ഒരു മനുഷ്യന്റെ മരണം കഴിഞ്ഞാൽ 3 ദിവസം മാത്രമാണ്. ഇതൊന്നും അറിയാതെ ഹബീബ് വഫാത്തായത് അന്നല്ലേ എന്നും പറഞ്ഞിട്ട് അന്ന് അടിയന്തരം കഴിക്കാൻ നടക്കുന്ന ആളുകൾ അറിയണേ, എത്ര വലിയ അർത്ഥശൂന്യതയാ നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഉമ്മത്തിനോട്. എന്നിട്ട് തങ്ങളുടെ കൂടെ നിൽക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിക്ക് പോലും റബീഉൽ അവ്വലിലെങ്കിലും ഹബീബിന്റെ മജ്ലിസിൽ വന്നിരുന്ന് ആ പുണ്യം നേടാൻ അവസരമുണ്ടാകുന്നുണ്ടോ? മാറ്റി നിർത്തിയില്ലേ? അവർ പല കളിക്കും പോകുന്നുണ്ട്. റബീഉൽ അവ്വലിന്റെ പ്രോഗ്രാം ഉണ്ട് നമ്മുടെ മഞ്ഞപ്പാറ പള്ളിയിൽ, മദ്രസയിൽ. അത് പറ്റൂല. അവിടെ വേറെ പല ആഘോഷങ്ങളും നടക്കുന്നുണ്ട് നാട്ടില്. അതിനൊന്നും കുഴപ്പം, അതിനും തെളിവും വേണ്ട, ഒന്നും വേണ്ട. ഇതിന് ഖുർആനും സുന്നത്തും തെളിവ് വേണം. അവരെ നോക്കിയിട്ട് തെളിവ് കാണുന്നില്ല. കണ്ണ് വേണ്ടേ? കണ്ണില്ലാത്തത് കൊണ്ടാണ്. വദക്കിറുഹും ബിഅയ്യാമില്ലാഹ് ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫറഹൂ. സൂറത്ത് യൂനുസ്. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി. നബിയേ, അല്ലാഹുവിന്റെ അനുഗ്രഹവും അല്ലാഹുവിന്റെ റഹ്മത്തും നിങ്ങൾ എടുത്തു പറയണേ. നമുക്കൊരു വീടുണ്ട്. ആ വീടുണ്ടെങ്കിൽ അള്ളാഹിന്റെ അനുഗ്രഹം കൊണ്ട് എനിക്കൊരു വീടുണ്ടായി. ഒരു കുഞ്ഞു ജനിച്ചു, അള്ളാഹിന്റെ അനുഗ്രഹം കൊണ്ട് എനിക്കൊരു കുഞ്ഞു ജനിച്ചു. ഒരു ബൈക്ക് വാങ്ങിച്ചു, ഒരു ഓട്ടോറിക്ഷ വാങ്ങിച്ചു, ഒരു കാറ് വാങ്ങിച്ചു. അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട്, ഫضല് കൊണ്ട്, ഔദാര്യം കൊണ്ട് എനിക്കതിന് സാധിച്ചു. ഇങ്ങനെ നമ്മൾ പറയാവൂ അല്ലേ? ഔദാര്യം അള്ളാഹു തന്നതിനെ എടുത്തു പറയുന്നത് സുന്നത്താ. എന്ത് ചെയ്യരുത്? അഹങ്കാരം പറയരുത്, മേന്മ പറയരുത്, എനിക്കുണ്ട് നിനക്കില്ല എന്ന രീതിയിൽ പറയരുത്. എല്ലാവർക്കും അങ്ങനെ വരണം, എല്ലാവർക്കും നന്മ വരണം, എല്ലാവരും രക്ഷപ്പെടണം. അനുഗ്രഹങ്ങളെ എടുത്തു പറയുന്നത് അള്ളാഹുവിന് ഇഷ്ടമാണ്. അത് സൂചിപ്പിക്കുന്ന ആയത്താണിത്. സൂറത്ത് യൂനുസിലെ 58-ാമത്തെ ആയത്ത്. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി. അള്ളാഹുവിന്റെ ഔദാര്യവും അള്ളാഹുവിന്റെ കരുണയും പറയൂ നബിയേ. ഫബിദാലിക ഫല്യഫറഹൂ. അത് പറഞ്ഞുകൊണ്ട് സത്യവിശ്വാസികൾ ആഘോഷിക്കട്ടെ, സന്തോഷിക്കട്ടെ. എന്താണ് ഈ പറയുന്നത്? ഖാല ഇബ്നു അബ്ബാസ്, പുണ്യനബി തങ്ങളുടെ എളാപ്പയായ അബ്ബാസ് എന്നവരുടെ മകൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ സ്വഹാബിയാണ്, മുഫസ്സിറാണ്, മുഫസ്സിരീങ്ങളുടെ നേതാവാണ്, ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവാണ്. അള്ളാഹു പറഞ്ഞ വചനങ്ങളുടെ ആശയം ഇങ്ങനെ എന്ന് പറയാൻ ആധികാരികമായ അധികാരമുള്ള മഹാൻ സ്വഹാബിയാണ് ഇബ്നു അബ്ബാസ് തങ്ങൾ. എന്താ പറഞ്ഞത്? ഫദ്ലുല്ലാഹി അൽ ഖുർആൻ. അള്ളാഹുവിന്റെ ഔദാര്യം എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഔദാര്യം, ഏറ്റവും പ്രധാനപ്പെട്ടത് ഖുർആൻ തന്നെയാണ്. അപ്പൊ റഹ്മത്തോ വറഹ്മതുഹു, അള്ളാഹുവിന്റെ റഹ്മത്ത് എന്ന് പറയുന്നത് ആരാണ്? എന്താ റഹ്മത്ത്? അതും ഖുർആനാണോ? അത് ഇസ്ലാം എന്നാണോ അതിനർത്ഥം? വറഹ്മതുഹു. ഇബ്നു അബ്ബാസ് തങ്ങൾ പറയട്ടെ, റഹ്മത്ത് അള്ളാന്റെ ഫദ്ലും. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി. അള്ളാന്റെ റഹ്മത്തിനെ കുറിച്ച് പറയണം എന്ന് പറയുന്ന റഹ്മത്ത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് ലോകത്തിന്റെ ഗുരു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അപ്പൊ ആ റഹ്മത്തിനെ കുറിച്ച് പറയണ്ടയോ? അത് പറയുന്ന സദസ്സല്ലേ? ഹബീബിനെ കുറിച്ച് പറയുന്ന മൗലിദ് പാരായണം ചെയ്യപ്പെടുന്ന സദസ്സുകൾ. എന്ത് കുഴപ്പമുള്ളത്? എന്താണ് ഈ ആയത്തിനെ മനസ്സിലാക്കുമ്പോൾ എന്തിന്റെ പേരിലാണ് ശറഇൽ അടിസ്ഥാനമില്ലാത്തത് എന്ന് പറഞ്ഞിട്ടെങ്കിലും അത് ബിദ്അത്ത് സയ്യിഅത്താണെന്ന് പറയാൻ പറ്റൂ? അടിസ്ഥാനമല്ലേ ഈ പറയുന്നത്? ഖുർആന്റെ ദലീലുകളല്ലേ ഇത്? അല്ലാഹു പറയുന്നു, വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. നബിയേ, മനുഷ്യർക്ക് മാത്രമല്ല, ജിന്നുകൾക്ക് മാത്രമല്ല, ലോകാലോകങ്ങൾക്ക് നബിയെ അങ്ങ് റഹ്മത്താണ്.
ലോകാലോകങ്ങൾക്ക് അങ്ങ് കരുണയാണ്. അങ്ങനത്തെ റഹ്മത്തിനെ കുറിച്ച് പറയൂ. ഫല്യഫറഹൂ, മുഅ്മിനീങ്ങൾ സന്തോഷിച്ചോളൂ എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ അത് ദുഃഖിക്കേണ്ട നാളല്ല. അള്ളാഹുവിന്റെ റഹ്മത്ത് എന്ന നബിയാണ് നമ്മൾ ഓർക്കുന്നത്. അതുകൊണ്ട് അതിനെക്കുറിച്ച് സംശയങ്ങൾ ഉണ്ടാക്കരുത്. മഹാനായ ഹാഫിദ് ഇബ്നുൽ ജൗസി, ഇബ്നു ദഹിയ, ഇബ്നു കസീർ, ഇബ്നു ഹജർ, ഇമാം സുയൂത്തി, ഈ പണ്ഡിതന്മാർ ഇവരൊക്കെ ഇമാമിയങ്ങളാണ്. ഇമാമിയങ്ങൾ പറയാത്തത് എന്ന് ഈ പറഞ്ഞ ആൾ സൂചിപ്പിച്ചത് കൊണ്ട് മാത്രം ഞാൻ സൂചിപ്പിക്കുക. ഈ പറഞ്ഞ ഇമാമിയങ്ങൾ മൗലിദുർ റസൂലിനെ കുറിച്ച് എന്താ പറഞ്ഞത് എന്ന് മാത്രം ഈ ഇങ്ങനെ ബിദ്അത്ത് എന്ന് പറയുന്ന ആളുകൾ ഒന്ന് പഠിച്ചിട്ട് ഇൻഷാ അല്ലാഹ് ബാക്കി ചർച്ച അത് ശേഷമാവാം. ഞാൻ അവർക്ക് മറുപടി കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നില്ല, സമയം അധികരിച്ചു പോകും. അതുകൊണ്ട് ഇതൊരു പുണ്യമായ സദസ്സാണ്, ഇതല്ലാഹുവിന് ഇഷ്ടമുള്ളൊരു സദസ്സാണ്. ഹബീബിൻ്റെ അപദാനങ്ങൾ വാഴ്ത്തപ്പെടുന്ന ഒരു സദസ്സാണിത്. അള്ളാഹുവിൻ്റെ ഹബീബിനെ ഓർക്കുകയും ഹബീബിൻ്റെ ഹദറത്തിലേക്ക് ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലുകയും ചെയ്യേണ്ട സദസ്സാണ്.